List any two observations when ferrous sulphate is heated in a dry test tube. So first reaction no. Ferrous sulphate heat ചെയ്താൽ it splits up into ferric oxide, sulfur dioxide plus sulfur trioxide. That is ferrous sulphate FeSO4 heat ചെയ്താൽ ferric oxide Fe2O3 plus sulfur dioxide, di means 2, plus sulfur trioxide, tri means 3. Okay, FeSO4 solid, ferric oxide solid, gas. ഇതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത റിയാക്ഷൻ അല്ലേ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇവിടുത്തെ ഒബ്സർവേഷൻ നോക്കാം. ഇവിടെ റിയാക്റ്റൻറ്റ് ഫെറസ് സൾഫേറ്റ് ആണ്. ഫെറസ് സൾഫേറ്റ് എന്നത് ലൈറ്റ് ഗ്രീൻ കളേർഡ് ക്രിസ്റ്റൽസ് ആണ്. സോ കളർ ലൈറ്റ് ഗ്രീൻ ആണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഫെറിക് ഓക്സൈഡ് Fe2O3ൻ്റെ കളറ് റെഡിഷ് ബ്രൗൺ ആണ്. സോ ഫസ്റ്റ് ഒബ്സർവേഷൻ എന്താണ്? കളർ ചേഞ്ച്. സോ ഒബ്സർവേഷൻ്റെ ഫസ്റ്റ് പോയിന്റ് കളർ ചേഞ്ച്. ഓക്കെ, ദാറ്റ് ഈസ് ഇനീഷ്യൽ ലൈറ്റ് ഗ്രീൻ കളർ ചേഞ്ചസ് ടു റെഡിഷ് ബ്രൗൺ കളർ. നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യേണ്ടത് 2 ഒബ്സർവേഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഒബ്സർവേഷൻ നമ്മൾ കളർ ചേഞ്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി സെക്കൻഡ് ഒബ്സർവേഷൻ ഇവിടെ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. SO2 ആൻഡ് SO3 സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡ് ഗ്യാസും ഇവോൾവ് ചെയ്യുന്നുണ്ട്. സോ സെക്കൻഡ് പോയിന്റ് എവല്യൂഷൻ ഓഫ് ഗ്യാസ് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഗ്യാസ് ഹാവിംഗ് ദ സ്മെൽ ഓഫ് ബേണിംഗ് സൾഫർ കംസ് ഔട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു റിയാക്ഷനെ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നെക്സ്റ്റ് പോയിന്റ് നമുക്കിത് ഏത് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഫെറസ് സൾഫേറ്റ് സ്പ്ലിറ്റ്സ് അപ്പ് ഇൻറ്റു ഫെറിക് ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് സൾഫർ ട്രയോക്സൈഡ് ആണ്. അതായത് എ കോമ്പൗണ്ട് സ്പ്ലിറ്റ്സ് അപ്പ് ഇൻറ്റു 2 or more സിമ്പിൾ സബ്സ്റ്റൻസ് ആണ് അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അതായത് ഫെറസ് സൾഫേറ്റ് ഡീകമ്പോസസ് ടു ഫെറിക് ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് സൾഫർ ട്രയോക്സൈഡ്. Ferrous sulphate dry test tube heat ചെയ്താൽ decomposition reaction takes place in and it decomposes to ferric oxide, sulfur dioxide and sulfur trioxide. So നമുക്ക് നെക്സ്റ്റ് ഒരു പോയിന്റ് കിട്ടി. എന്താണത്? Ferrous sulphate heated in a dry test tube is an example of decomposition reaction എന്ന് കിട്ടി അല്ലേ. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് നോക്കാം. ഇവിടെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്തത് ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസിനെ ഹീറ്റ് ചെയ്തപ്പോഴാണ് അല്ലേ. And we know that when a decomposition reaction is carried out by heating, then it is called thermal decomposition reaction. Okay, so ferrous sulphate heated in a dry test tube is an example of thermal decomposition reaction. Next point. Thermal decomposition reaction definition: when a decomposition reaction is carried out by heating, it is called thermal decomposition reaction. In a decomposition reaction definition, those reaction in which a compound splits up into 2 or more simpler substances. Okay, detailed explanation പോവുകയാണെങ്കിൽ നമുക്ക് ഒരു അഡീഷണൽ പോയിന്റും കൂടി ഈ ഒരു കെമിക്കൽ റിയാക്ഷനെ ബേസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ സയൻസ് ലബോറട്ടറിയിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസിൽ വാട്ടർ മോളിക്യൂൾസും കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതായത് സയൻസ് ലബോറട്ടറീസിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് FeSO4 7H2 ആണ്. അതായത് ഫെറസ് സൾഫേറ്റ് ഹെപ്റ്റാഹൈഡ്രേറ്റ്. അതായത് 7 മോളിക്യൂൾസ് ഓഫ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും. ഇതാണ് ലൈറ്റ് ഗ്രീൻ കളറിലുള്ളത്. ഓക്കെ, ഫെറസ് സൾഫേറ്റ് ഹെപ്റ്റാഹൈഡ്രേറ്റ് ആണ് ലൈറ്റ് ഗ്രീൻ കളറിലുള്ളത്. സോ ഈ ലൈറ്റ് ഗ്രീൻ കളേർഡ് ഫെറസ് സൾഫേറ്റ് ഹെപ്റ്റാഹൈഡ്രേറ്റിനെ ഹീറ്റ് ചെയ്താൽ ഈ 7 മോളിക്യൂൾസ് ഓഫ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ലൂസ് ചെയ്തിട്ട് അത് അൺഹൈഡ്രസ് ഫെറസ് സൾഫേറ്റ് ഫോം ചെയ്യും. ഓക്കെ, വിച്ച് ഈസ് വൈറ്റ് ഇൻ കളർ. ഓൺ ഫർദർ ഹീറ്റിംഗ് ആണ് അത് ഡീകമ്പോസസ് ടു ഫെറിക് ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് സൾഫർ ട്രയോക്സൈഡ്.
On further heating, a white colored anhydrous ferrous sulphate get decomposed to reddish brown ferric oxide, sulfur dioxide and sulfur trioxide. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ഈ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഇല്ലാതെ ഫെറസ് സൾഫേറ്റിനെ എഴുതിയിരിക്കുന്നത് നമ്മൾ ഇക്വേഷൻ സിമ്പിളാക്കാൻ വേണ്ടി മാത്രമാണ്. നെക്സ്റ്റ് നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടായത് ഫെറസ് സൾഫേറ്റ് ഡ്രൈ ടെസ്റ്റ് ട്യൂബിൽ ഹീറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന 2 ഒബ്സർവേഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫസ്റ്റ് ആ റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് ലൈറ്റ് കളേർഡ് ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് ഹീറ്റ് ചെയ്താൽ റെഡിഷ് ബ്രൗൺ ഫെറിക് ഓക്സൈഡ് പ്ലസ് സൾഫർ ഡയോക്സൈഡ് ആൻഡ് സൾഫർ ട്രയോക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഒബ്സർവേഷൻ കളർ ചേഞ്ച് ആണ്. ലൈറ്റ് ഗ്രീൻ കളേർഡ് ഫെറസ് സൾഫേറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു റെഡിഷ് ബ്രൗൺ ഫെറിക് ഓക്സൈഡ്. സെക്കൻഡ് ഒബ്സർവേഷൻ, ഇവിടെ സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡ് ഗ്യാസും ഇവോൾവ് ചെയ്യുന്നുണ്ട്. സോ എവല്യൂഷൻ ഓഫ് ഗ്യാസ് ആണ് സെക്കൻഡ് ഒബ്സർവേഷൻ. സോ ഗ്യാസ് ഓക്കെ, അപ്പോൾ ഓക്സൈഡ്സ് ഓഫ് സൾഫർ ഇവോൾവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗ്യാസ് ഹാവിംഗ് ദ സ്മെൽ ഓഫ് ബേണിംഗ് സൾഫർ കംസ് ഔട്ട്. സെക്കൻഡ് ഒബ്സർവേഷൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു റിയാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ അഡീഷണൽ സ്റ്റെപ്സും നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഫെറസ് സൾഫേറ്റ് ഹീറ്റഡ് ഇൻ എ ഡ്രൈ ടെസ്റ്റ് ട്യൂബ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ബിക്കോസ് ഇവിടെ ഫെറസ് സൾഫേറ്റിനെ ഹീറ്റ് ചെയ്താൽ ഇറ്റ് ഗെറ്റ് ഡീകമ്പോസ് ടു സിംപ്ലർ സബ്സ്റ്റൻസ് ആണ് അല്ലെ, ഫെറിക് ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് സൾഫർ ട്രയോക്സൈഡ്. സോ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു ഇത് തേർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ബിക്കോസ് ഇവിടെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നത് ബൈ ഹീറ്റിംഗ് ആണ്. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് തേർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. സെക്കൻഡ് പോയിന്റ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ പറഞ്ഞു സയൻസ് ലബോറട്ടറീസിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസിൽ വാട്ടർ മോളിക്യൂൾസിൻ്റെ പ്രസൻസ് ഉണ്ടാവും അല്ലേ. അതായത് ഇറ്റ് ഈസ് ഓഫ് ദ ഫോം ഫെറസ് സൾഫേറ്റ് ഹെപ്റ്റാഹൈഡ്രേറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഫെറസ് സൾഫേറ്റ് ഹെപ്റ്റാഹൈഡ്രേറ്റിൻ്റെ കളറാണ് ലൈറ്റ് ഗ്രീൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ ഈ വാട്ടർ മോളിക്യൂൾസ് ലൂസ് ചെയ്തിട്ട് ഫെറസ് സൾഫേറ്റ് ഹെപ്റ്റാഹൈഡ്രേറ്റ് ഗെറ്റ് കൺവേർട്ടഡ് ടു വൈറ്റ് കളേർഡ് അൺഹൈഡ്രസ് ഫെറസ് സൾഫേറ്റ്. On further heating ആണ് it get decomposed to reddish brown colored ferric oxide, sulfur dioxide and sulfur trioxide. Okay.